ഡെൻ്റൽ ക്യാവിറ്റി അല്ലെങ്കിൽ ദന്തക്ഷയം അതെന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്? ഡെൻ്റൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലിലുണ്ടാകുന്ന പോട്, അതിനെയാണ് ഡെൻ്റൽ ക്യാവിറ്റി അല്ലെങ്കിൽ ദന്തക്ഷയം എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിൽ ഡെൻ്റൽ ക്യാവിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്ങനെ ഡെൻ്റൽ ക്യാവിറ്റീസ് ഉണ്ടാവുന്നു? നമ്മുടെ വായിൽ അനേകായിരം ബാക്ടീരിയകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചതിന് ശേഷം അവിടെ ബാക്ടീരിയകൾ വരികയും അവിടെ ഒരു ആസിഡ് പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഈ ആസിഡ് പ്രൊഡക്ഷൻ കാരണം നമ്മുടെ പല്ലിലെ ഇനാമലുകൾ നഷ്ടപ്പെടുന്നു. ഇനാമലുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഇനാമലിൻ്റെ അടുത്ത ലെയറായ പല്ലിലെ ഡെൻറ്റിൻ എന്ന് പറയുന്ന ലെയറിലോട്ട് ഈ പോഡ് വ്യാപിക്കുന്നു. അതിനുശേഷം നമ്മുടെ പൾപ്പ് എന്ന് പറയുന്ന നമ്മുടെ ന്യൂറോവസ്കുലർ ബണ്ടിൽസ് ഉള്ള ആ ഏരിയയിലോട്ട് നമ്മുടെ പോഡ് ബാധിക്കുന്നു. ഈ പൾപ്പിലെ പോഡ് എത്തുമ്പോഴാണ് നമുക്ക് അസഹ്യമായ പല്ല് വേദന വരുന്നത്. ഇനാമൽ, ഡെൻറ്റിൻ, പൾപ്പ്, ഈ ഇനാമലിനെ ബാധിക്കുന്ന പോഡുകൾ, ഡെൻറ്റിനെ ബാധിക്കുന്ന പോഡുകളായാലും നമ്മൾ നോർമൽ ഒരു ഫില്ലിംഗ് വെച്ച് നമുക്കതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ഡെൻറ്റിനെ പോഡ് ബാധിച്ച് കഴിയുമ്പോൾ നമുക്ക് പല്ലിൽ ക്രമേണ പുളിപ്പുണ്ടാവുന്നു. അത് പൾപ്പിലെപ്പോൾ എത്തുന്നു അപ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുക. ഈ വേദന വന്ന പല്ലുകളെ നമുക്ക് എങ്ങനെ വേദന കുറയ്ക്കാം? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് രീതിയാണ് റൂട്ട് കനാൽ എന്ന് പറയുന്ന രീതി. അത് നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ അതിനെ പൾപ്പെക്ടമി എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ റൂട്ട് കനാലിലോട്ട് പോവുക. മുതിർന്നവർക്കാണ് നമ്മൾ പെർമനൻറ്റ് ടൂത്തിലാണ് നമ്മൾ റൂട്ട് കനാൽ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഈ പ്രൊസീജിയേഴ്സ് നമുക്ക് കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് കുട്ടികളിൽ എന്തുകൊണ്ട് ഈ റൂട്ട് കനാൽ ചെയ്യണം എന്ന് പലരും ചോദിച്ച് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൊഴിഞ്ഞു പോകുന്ന പല്ലുകളല്ലേ, അതെങ്ങനെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പല പേഷ്യൻസും ചോദിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ പാൽപ്പൽ ഉള്ളൊരു കുട്ടിക്ക് ഒരു പാൽപ്പല്ല് പൊഴിഞ്ഞു പോകുന്നതിന് ഒരു ഡെഫിനിറ്റ് ടൈമുണ്ട്. ആ ഒരു വയസ്സിൽ മാത്രമേ ആ പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ട് സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വരാറുള്ളൂ. പക്ഷേ ആ ഒരു ടൈം അല്ലാതെ അതിന് മുമ്പ് ഈ പല്ലുകൾ പോവുകയാണെങ്കിൽ പിന്നീട് സ്ഥിരമായിട്ട് വരുന്ന പല്ലുകൾ നിരതെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വേദന വരുമ്പോൾ ആ പല്ലുകൾ സംരക്ഷിച്ചു പോകണം എന്ന് പറയുന്നത്. മുതിർന്നവർക്കാണെങ്കിൽ റൂട്ട് കനാൽ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് അസഹ്യമായ വേദന വരുമ്പോൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്യും. രണ്ടാമതായി നമുക്കിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് മീൻസ് ബ്ലഡ് പ്രഷർ കൂടുതലുള്ള പേഷ്യൻസ്, സിസ്റ്റമിക് ബ്ലഡ് കട്ട പിടിക്കാൻ അതിനുള്ള മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആകുമ്പോൾ നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നം പറ്റി പല്ലെടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ നോർമൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പോലും നമുക്ക് റൂട്ട് കനാൽ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് റൂട്ട് കനാൽ? റൂട്ട് കനാൽ അഥവാ വേര് ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടൊരു പല്ല്, നമുക്ക് സിവിയറായിട്ട് വേദനയുണ്ട്, ആ ഒരു പല്ലിനെ നമ്മുടെ വായിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ. നമ്മൾ വേര് ചികിത്സ ചെയ്യുമ്പോൾ ആ നമുക്ക് പല്ലിന് നെർവ് സപ്ലൈ ആൻഡ് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ പൾപ്പാണ്. ആ പൾപ്പിൻ്റെ അകത്ത് ഈ ഇൻഫെക്റ്റഡ് പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു മെഡിക്കമെൻറ്റ് വെച്ചിട്ട് ആ പൾപ്പൽ അനാട്ടമി നമ്മൾ റീക്രിയേറ്റ് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പല്ല് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ. റൂട്ട് കനാലിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ആ പല്ല് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മൾ റൂട്ട് കനാലിന് ശേഷം നമ്മുടെ ആ പല്ലിന് ഒരു ക്യാപ്പോ ക്രൗണോ, അതായത് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായുണ്ട്. കാരണം നമ്മുടെ പല്ലിന് ബലക്ഷയമുണ്ട്. റൂട്ട് കനാലിന് ശേഷം പല്ലിന് ജീവനില്ല. നമ്മുടെ നെർവ് വെസൽസും ബ്ലഡ് വെസൽസും എല്ലാം എടുത്ത് മാറ്റുന്നത് കൊണ്ട് പല്ലിന് ലൈഫില്ല.
അപ്പോൾ അതുകൊണ്ട് പല്ല് പൊട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കാതെയോ എന്തെങ്കിലും കട്ടിയുള്ള ഫുഡ് പദാർത്ഥങ്ങൾ എടുത്ത് കടിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് പൊട്ടിപ്പോകുന്നതിന് ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ക്യാപ്പ് ഓർ ക്രൗൺ ചെയ്താൽ അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് ഫങ്ഷണലായിട്ട് തന്നെ നമ്മുടെ ടൂത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ രോഗത്തെക്കുറിച്ചും രോഗചികിത്സയെക്കുറിച്ചും ആധികാരികമായിട്ടുള്ള അറിവ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.